ഈ മാസം തന്നെ കളറാക്കാനായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ 2 സൂപ്പർ താരങ്ങളായിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടി അവരുടെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ട് അടുത്ത് ഇറങ്ങാൻ പോകുന്ന 2 സിനിമകൾ ഒരു വീക്ക് വ്യത്യാസമല്ലേ, അത് ഈ ഫസ്റ്റ് മാസം തന്നെ റിലീസ് ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് ഇതുപോലെ ഒരു ക്ലാഷ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ഒരു വീക്ക് വ്യത്യാസത്തിലൊക്കെ വന്നിട്ടുള്ള മോഹൻലാൽ മമ്മൂട്ടി സിനിമകൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ബിഗ് ബ്രദർ ആൻഡ് ഷൈലോക്ക്, അതിനുശേഷം ഒരു മമ്മൂട്ടി ചിത്രവും മോഹൻലാൽ ചിത്രവും ഒരു വീക്കിന്റെ വ്യത്യാസത്തിൽ വീണ്ടും റിലീസ് ആവുകയാണ്. അന്ന് വിജയ് മമ്മൂട്ടിക്കൊപ്പമായിരുന്നു. മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സും മോഹൻലാലിന്റെ തുടരുമാണ് ഈ 2 സിനിമകൾ. ഗൗതം വാസുദേവ് മേനോന്റെ ഡിബേർട്ട് മലയാള സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. മമ്മൂക്ക അതുപോലെ തന്നെ ഗോകുൽ സുരേഷ് ഒക്കെ തന്നെയാണ് മെയിൻ കാസ്റ്റായിട്ട് വരുന്നത്. അതുപോലെ തന്നെ തുടരും തരുൺമൂർത്തി മലയാളത്തിൽ ചെയ്ത 2 സിനിമകളും ബെഞ്ച് മാർക്കാക്കി മാറ്റിയാണ് തരുൺമൂർത്തി, അദ്ദേഹത്തിന്റെ 3ാം സിനിമ ദക്ഷൽ മോഹൻലാലുമായിട്ട്. അപ്പോൾ ഈ വർഷത്തിന് തുടക്കം തന്നെ ഈ 2 സിനിമകളും തിയേറ്ററിലോട്ട് എത്തണം. അപ്പോൾ മലയാള സിനിമ പ്രേമികൾക്ക് ഒരു ഡബിൾ ട്രീറ്റ് തന്നെയാണ് ഈ മാസം ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ 2 സിനിമകളുടെ എക്സ്പെക്ടേഷനും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് തുടരും എന്ന് പറയുന്ന മോഹൻലാൽ സിനിമയ്ക്ക് തന്നെയാണ്. കാരണം തരുൺമൂർത്തി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ ലാസ്റ്റിന് ഇറങ്ങിയ 2 സിനിമകളും റെസ്പോൺസ് ആവുന്ന സിനിമകളായിരുന്നു. അപ്പോൾ തന്നെ മോഹൻലാലായിട്ട് അദ്ദേഹം ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ഹൈപ്പും കാര്യങ്ങളും ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ അപ്പുറത്തോട്ട് വരികയാണെങ്കിൽ ഗൗതം വാസുദേവൻ ഒട്ടും മോശമായിട്ടുള്ള സംവിധായകനല്ല. അദ്ദേഹം തമിഴിലെ ടോപ്പ് ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ റീസെന്റ് സിനിമകളുടെ ഒരു വിജയപരാജയങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ നിലവിലൊരു ഫോമിനെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഇതിന്റെ ട്രെയിലറും ടീസറും കാര്യങ്ങളൊക്കെ നല്ല റെസ്പോൺസ് തന്നെയായിരുന്നു. മമ്മൂട്ടി ചിത്രത്തിനും അത്യാവശ്യം നല്ല ഹൈപ്പും കാര്യങ്ങളും നിലവിലുണ്ട്. പക്ഷേ മോഹൻലാൽ സിനിമയിലോട്ട് വരുമ്പോൾ, അതായത് ഈ മാസം ജനുവരി 30 റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടും യാതൊരുവിധ അനക്കോ കാര്യങ്ങളോ അതിന്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നില്ല. ആശീർവാദാണ് ഡിസ്ട്രിബ്യൂഷൻ, രജപുത്രയാണ് അതിന്റെ പ്രൊഡക്ഷനിലോട്ട് വരുന്നത്. പക്ഷേ ഒരുവിധ അപ്ഡേറ്റോ കാര്യമാണ്. ഫാൻസൊക്കെ ഭയങ്കര നിരാശയിലാണ്. കാരണം ട്രെയിലറോ ടീസറോ പാട്ടോ അങ്ങനെ ഒന്നും തന്നെ സിനിമയുടേതായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. റിലീസിന് ഏകദേശം 2 ആഴ്ചയും കണ്ടുള്ളൂ റിലീസിന്. അപ്പോൾ നിലവിൽ പ്രൊഡക്ഷൻ ടീമിന് യാതൊരു അപ്ഡേറ്റ് കാര്യങ്ങളും ഇല്ല. നേരെ കുറച്ച് മമ്മൂട്ടി ചിത്രമാണെങ്കിൽ അത്യാവശ്യം അതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ നല്ല റെസ്പോൺസോടുകൂടി സോഷ്യൽ മീഡിയയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാഷിൽ ഇപ്പോൾ നിലവിൽ മമ്മൂട്ടി സിനിമയ്ക്കാണ് കുറച്ചുകൂടി മുൻതൂക്കം വന്നേക്കുന്നത്. കാരണം ഒന്നുമല്ല, പ്രൊഡക്ഷൻ ടീമിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് കിട്ടി കഴിഞ്ഞാൽ അത് പിന്നെ ആർക്കും അതിൻ്റെ ഒരു റണ്ണിങ്ങിൽ കാര്യങ്ങളൊന്നും തടയാൻ പറ്റില്ല. അത് വേറൊരു വിഷയം. മമ്മൂട്ടി അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ ഏറ്റവും മികച്ചൊരു ടൈം കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം പോസ്റ്റ് കോവിഡിന് ശേഷം മമ്മൂട്ടി എന്താണ്, അദ്ദേഹത്തിന്റെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എന്താണ്, അദ്ദേഹത്തിന്റെ ആക്ടിംഗ് എബിലിറ്റി എന്താണ് എന്നൊക്കെ ഹേറ്റേഴ്സിനും ഫാൻസിനും ഒരുപോലെ കണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ. അപ്പോൾ മമ്മൂട്ടി കമ്പനിയുടേതായിട്ടുള്ള പുറത്തു വന്ന സിനിമകളുടെ ഒരു ക്വാളിറ്റി നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഡൊമിനിക്കിലും അതൊരു ഷെർലക് ഹോംസ് സ്റ്റൈൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെയാണ്. അപ്പോൾ അതിലും ആ ഒരു ക്വാളിറ്റി എന്തായാലും ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്, എസ്പെഷ്യലി മമ്മൂട്ടിയുടെ ആരാധകർ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ഹിറ്റ് സ്ട്രീക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി സിനിമകൾ മാത്രം ഇറക്കിക്കൊണ്ടിരുന്ന ഒരു സ്ട്രീക്ക് കണ്ടിന്യൂ ആവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരെ വെച്ച് മോഹൻലാലിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ കുറച്ച് ഡാർക്കാണ് കാര്യങ്ങൾ. കാരണം കഴിഞ്ഞ വർഷം ഇറങ്ങിയ വാലിബനായാലും അതുപോലെ അവസാനം ഇറങ്ങിയ ബറോസ് ആയാലും തിയേറ്ററിൽ നിന്ന് വൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. പക്ഷേ അതൊന്നും പ്രശ്നമില്ല. പുതിയതായിട്ട് വരുന്ന തുടരത്തിന് അതിനും വലിയ വരവേൽപ്പാണ് ആരാധകർ ഒരുക്കി വെച്ചേക്കുന്നത്. പ്രൊഡക്ഷൻ ടീം കുറച്ച് അപ്ഡേറ്റ്സ് മാത്രം കൊടുത്താൽ മതി, ബാക്കിയൊക്കെ ഫാൻസ് നോക്കിക്കോളും. ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും നിലവിൽ കിട്ടുന്നില്ല. അപ്പോൾ അതിന്റെ ഡബ്ബിംഗ് വർക്കും കാര്യങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം തുടരും ടീമിൽ നിന്ന്. അപ്പോൾ ഡയറക്ടറായാലും പ്രൊഡക്ഷൻ ടീം ആയാലും ഒരു നോർമൽ ഫാമിലി ഡ്രാമ എന്ന രീതിയിൽ തന്നെയാണ് തുടരും എന്ന് പറയുന്ന സിനിമ ഇതുവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 90 ദിവസത്തിന് മുകളിൽ ഷൂട്ടിംഗ് ഒരു സിനിമയാണ്. അപ്പോൾ ഒരു നോർമൽ ഫാമിലി ഡ്രാമയാണ്, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇത്തരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു നോർമൽ ഫാമിലി ഡ്രാമയായിരുന്നു ദൃശ്യം. അപ്പോൾ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം എന്താ ഉണ്ടായെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം.